ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 9. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. വിവർത്തനം. അല്ലയോ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിലെത്തുന്നു. ഭാവാർത്ഥം: ഭഗവാൻ ശാശ്വതമായ തൻ്റെ ധാമത്തിൽ നിന്ന് ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നതെങ്ങനെയെന്ന് 6-ാം ശ്ലോകം വിവരിച്ചു കഴിഞ്ഞു. പരംപുരുഷന്റെ പ്രത്യക്ഷീഭാവത്തെക്കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചവർ ഭൗതിക ബന്ധത്തിൽ നിന്ന് വിമുക്തരായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാലുടനെ അവർക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാം. ജീവാത്മാവിന് ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള ഈ മോചനം എളുപ്പത്തിൽ കിട്ടാവുന്നതല്ല. അവ്യക്തഗതവാദികളും യോഗികളും അത്യന്തം ക്ലേശങ്ങൾ സഹിച്ച് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് മോക്ഷം നേടുന്നത്. അവരുടെ ആ മോക്ഷം ഭഗവാന്റെ അവ്യക്തഗതമായ ബ്രഹ്മജ്യോതിസിൽ ലയിക്കൽ ആകട്ടെ ഭാഗികവുമത്രേ. അവർ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഭക്തൻ ഭഗവാന്റെ ശരീരത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം മരണശേഷം കൃഷ്ണലോകം പ്രാപിക്കുന്നു. ഭൗതിക ലോകത്തിൽ ഒരു പുനർജന്മമെടുക്കുക എന്ന സാഹസത്തിന് ഇടവരികയുമില്ല. ഭഗവാന് എണ്ണിയാലൊടുങ്ങാത്ത രൂപങ്ങളും അവതാരങ്ങളുമുണ്ടെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. അദ്വൈതമച്യുതമനാദിമനന്തരൂപം. അവിടേക്ക് അനേകം അഭൗമാകാരങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഒന്നു തന്നെ. ആ പരമപുരുഷൻ തന്നെ എന്ന സത്യം നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടണം. ഭൗതിക പാണ്ഡിത്യം നേടിയവർക്കും സാമാന്യ തത്വചിന്തകർക്കും ഗ്രഹിക്കാവുന്നതല്ല ഈ സത്യം. വേദങ്ങളിൽ പറയുന്നു. പുരുഷബോധിനി ഉപനിഷത്ത്: ഏകോ ദേവാ നിത്യലീലാനുരക്തോ ഭക്തവ്യാപി ഹൃദ്യന്തരാത്മാ. ഒരേ ഭഗവാൻ അസംഖ്യം ദിവ്യാകൃതികൾ സ്വീകരിച്ച് അനേകം ശുദ്ധഭക്തന്മാരുമായി ബന്ധപ്പെടുന്നതിൽ സദാ വ്യാപൃതനായിരിക്കുന്നു. ഈ വൈദിക മതത്തെ പിന്താങ്ങുകയാണ് ഭഗവത്ഗീതാ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ചെയ്യുന്നത്. വേദങ്ങളെയും ഭഗവാനെയും പ്രമാണമാക്കി ഈ സത്യത്തെ അംഗീകരിക്കുകയും തത്വാന്വേഷണപരങ്ങളായ ഊഹാപോഹങ്ങളാൽ സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മുക്തിയുടെ പരിപൂർണതയിലെത്താം. മോക്ഷപ്രാപ്തിക്ക് ഈ സത്യത്തിൽ വിശ്വസിക്കുക മാത്രമാണ് ഒരു ഉപായം. സംശയമില്ല, തത്വമസി എന്ന വേദവാക്യം ഇങ്ങനെ പ്രായോഗികമാകുന്നു. ശ്രീകൃഷ്ണനെ പരമപുരുഷനെന്നറിയുകയോ അവിടുന്നാണ് പരബ്രഹ്മരൂപിയായ ഭഗവാനെന്ന് അവിടുത്തെ വാഴ്ത്തുകയോ ചെയ്യുന്നവൻ തക്ഷണം വിമുക്തനാകും. അതോടൊപ്പം അയാൾക്ക് ഭഗവാനുമായുള്ള ദിവ്യമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൃഢവിശ്വാസമുള്ള ഒരു ഭക്തന് പരിപൂർണത നേടാമെന്ന് വെളിവാക്കുന്നു താഴെ കാണുന്ന വേദവാക്യം. തമേവ വിദിത്വാദി മൃത്യുമേതി നാന്യഃ പന്ഥാ വിദ്യതേയ നായ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയുന്നത് കൊണ്ട് മാത്രം ജനന മരണങ്ങളിൽ നിന്നും തികച്ചും മുക്തമാവാം. ഈ പൂർണ്ണത നേടാൻ മറ്റൊരു വഴിയില്ല. ശ്വേതാശതരോപനിഷത്ത് 3:8. ശ്രീകൃഷ്ണൻ പരമപുരുഷനായ ഭഗവാനാണെന്നറിയാത്തവർ നിശ്ചയമായും തമോ ഗുണബാധിതരാണ്. അല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ മുക്തി ലഭിക്കുകയുമില്ല. അതേ കാരണത്താൽ തേൻകുപ്പിയുടെ പുറം നക്കുന്നത് പോലെ ഭഗവത്ഗീതയെ ഭൗതികമായ പാണ്ഡിത്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് മോചനം ലഭ്യമല്ല. അത്തരക്കാർക്ക് ഈ ലോകത്തിൽ പ്രാധാന്യമേറിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. എങ്കിലും അവർ മുക്തിക്ക് അർഹരാകണമെന്നില്ല. ദുരഭിമാനികളായ ആ പണ്ഡിതന്മാർക്ക് ഭഗവത് ഭക്തന്മാരുടെ അഹേതുകമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കി അറിവോടെയും വിശ്വാസ്യദാർഢ്യത്തോടെയും കൃഷ്ണാവബോധം വളർത്തിയെടുത്ത് സമ്പൂർണത കൈവരിക്കണം. ഹരേ കൃഷ്ണ.
സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.